കോവിഡിന്റെ വാക്സിൻ എടുത്താണ് എന്റെ കുഞ്ഞ്. BHM പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു അവള്. വാക്സിൻ എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഇൻഫെക്ഷന്റെ ഫലമായിട്ട് അവളുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന എക്സാം ഹാളിൽ അവള് തളർന്നു വീണ് സംസാരശേഷിയും പോയി, ഒരു സൈഡ് പാരലൈസ്ഡും ആയിപ്പോയി. അവിടെ നിന്നിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ വരുന്ന ഒരുതരം ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഗ്രേഡ് 4ൽപ്പെട്ട 4th സ്റ്റേജിൽപ്പെട്ട ട്യൂമർ എന്നാ പറഞ്ഞത്. അപ്പോൾ ഡോക്ടേഴ്സ്മാരെല്ലാം പറഞ്ഞു പ്രതീക്ഷിക്കണ്ട, ഇനി കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഡോക്ടർ വന്ന് ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സർജറി ചെയ്യാൻ. അവിടെയും അത് തന്നെ പറഞ്ഞ് സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് റേഡിയേഷനും കീമോയിലും കൂടി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷനും 95 കീമോ ഒരു വയലും ബാക്കിയെല്ലാം ടാബ്ലറ്റും ആയിട്ടാണ് കുഞ്ഞിന് കൊടുത്തത്. അപ്പം കോവിഡ് സമയമായതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ 2022 നവംബറിൽ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 17-ാം തീയതി ഇടന്ന് MRI എടുക്കാൻ പോയി. MRI എടുക്കാൻ പോയപ്പോൾ ഡോക്ടേഴ്സ്മാർ പറഞ്ഞു MRIയിൽ ആ സ്പ്രെഡായ സ്ഥലത്ത് ഒരു പഴയ ഓപ്പറേഷൻ ചെയ്ത റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ, ഞാൻ മോൾക്ക് സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു എല്ലാ പഴയ റിപ്പോർട്ട്സുമായിട്ട് ഇപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ റിപ്പോർട്ടുമായി പോയപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു പഴയ MRIയും ഈ MRIയും തമ്മിൽ നോക്കിയിട്ട് ഒന്നും ഇതിൽ കാണുന്നില്ല, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവാൻ. സന്തോഷമാണോ എനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ എൻ്റെ തിരിച്ച് വീട്ടിൽ വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു.